ടു ദി സെക്കൻഡ് പാർട്ട് ഓഫ് ടാൻജൻസ്. തൊടുവരകളുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനാണ്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. ഓക്കെ, അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The picture shows the tangents at 2 points on a circle and the radii through the points of contact. ഒരു വൃത്തത്തിലെ രണ്ട് തൊടുവരകളും തൊടുന്ന ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങളുമാണ് ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഇതില് തൊടുവരകളുടെ നീളം തുല്യമാണെന്ന് തെളിയിക്കണം. അതായത് തൊടുവരകൾ നമുക്കിവിടെ ഈ ഒരു ഫിഗർ എടുക്കാം. രണ്ടാമത്തെ ചോദ്യമാണ് എങ്കിലും നമുക്ക് ഫിഗർ നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. വൃത്തത്തിന്റെ കേന്ദ്രം O ആണ്. ഓക്കെ, ഇവിടുത്തെ ആരങ്ങൾ എന്ന് പറയുന്ന OAയും OBയുമാണ് ഇവിടുത്തെ റേഡിയസ്. P എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പോയിന്റ് ആണ്, വൃത്തത്തിന് വെളിയിലുള്ള ഒരു പോയിന്റ് ആണ്. PA എന്ന് പറയുന്നതാണ്, ഇതിനെയാണ് ടാൻജന്റ് എന്ന് വിളിക്കുന്നത്, തൊടുവര. ഓക്കെ, ടാൻജന്റ്, രണ്ട് ടാൻജന്റുകൾ വരയ്ക്കാം എന്ന് നമുക്കറിയാം. അടുത്ത ടാൻജന്റ് തൊടുവരകളാണ്. അപ്പൊ ഈ ചോദ്യം നമുക്ക് ചെയ്യുന്നത് ഈ തൊടുവരകളുടെ നീളം തുല്യമാണ്. അതായത് PA ഈക്വൽ ടു PB എന്ന് നമുക്ക് തെളിയിക്കണം. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ട കാര്യം. PA സമം PB എന്ന് തെളിയിക്കണം. അതിന് നമ്മൾ ഇവിടെ ഇതിനെ ഇങ്ങനെ യോജിപ്പിക്കുന്നു. ഇവിടെ ഒരു രണ്ട് ത്രികോണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ നമുക്ക് വരയ്ക്കാം. ഏത് ഫിഗറാണ്? ഈ ഫിഗർ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ OA എന്ന് പറയുന്നത് OA, അതുപോലെ OB, OAPയും OBPയും. ഓക്കെ, അപ്പോൾ ത്രികോണം OAP, ത്രികോണം OBP ഇവ കൺസിഡർ ചെയ്യുക. ഇതാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. കൺസിഡർ ട്രയാങ്കിൾ OAP ആൻഡ് ട്രയാങ്കിൾ OBP. ത്രികോണം OAP, ത്രികോണം OBP ഇവ പരിഗണിക്കുക. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഒന്ന്, എയിൽ ഉണ്ടാകുന്ന ആംഗിൾ, ബിയിൽ ഉണ്ടാകുന്ന ആംഗിൾ, തൊടുവരയും ആരവും ടാൻജന്റും റേഡിയസും ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ അത് ആദ്യം നമുക്ക് എഴുതാം. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി വേണ്ടത് അടുത്തൊരു വശം. OA എന്ന് പറയുന്നതും OBയും റേഡിയസ് ആയതുകൊണ്ട് OA ഈസ് ഈക്വൽ ടു OB ആണ് റേഡിയസ്, ആരം ആണ്. ഇത് ആംഗിൾ ബിറ്റ്വീൻ ദി ടാൻജന്റ് ആൻഡ് റേഡിയസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി, അത് അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കായാൽ ഇനി OP ഈസ് ദി കോമൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. OP ത്രികോണങ്ങളുടെ OP എന്ന വശം ത്രികോണങ്ങളുടെ പൊതുവായ വശമാണ്. ത്രികോണങ്ങളുടെ പൊതുവായ വശം ആണ്. OP is the common side of the triangles. OP is the common side of the triangles. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡും ഓക്കെ ഹൈപ്പോട്ടിന്യൂസും, ഇപ്പോൾ മുകളിലുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഹൈപ്പോട്ടിന്യൂസ് 90ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന OPയും ഒരു സൈഡായ OAയും, താഴെയുള്ള ട്രയാങ്കിളിന് ഹൈപ്പോട്ടിന്യൂസ് കോമൺ സൈഡാണ്. ഹൈപ്പോട്ടിന്യൂസും ഒരു സൈഡിനോടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ therefore തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് പറയാം. അതാണ് പൊതുവായ വശമാണ്, അത് തുല്യമായിരിക്കും. 90 ഡിഗ്രി ഉണ്ട്, ഒരു വശമുണ്ട്. ഓക്കെ, therefore ട്രയാങ്കിൾ OAP and triangle OBP are equal triangles. തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങൾ ആണ്.
അപ്പോൾ തുല്യ ത്രികോണങ്ങളായാൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതിൽ ഒ പി എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്, ഒ എ ഒ ബിയുമായിട്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് സെയിം ആയിരിക്കും. ദെർഫോർ പി എ ഇസ് ഈക്വൽ ടു പി ബി. ഒന്നാമത്തെ കാര്യം ശരിയായി. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് the line joining the center and the point where the tangents meets, സെന്ററും ടാൻജന്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് പിയും, bisect the angle between the radii. ഓക്കെ, ഈ റേഡിയസ് എന്ന് പറയുന്നത് ഒ എയും ഒ ബിയും ആണ്. ഈ ആംഗിളിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അതായത് ഈ മുഴുവൻ എ ഒ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ പകുതിയായിട്ടായിരിക്കും ഈ ആംഗിൾ വരുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത കാര്യം. ഇതാണ് ത്രികോണങ്ങൾ ഒ എ പിയും ത്രികോണം ഒ ബി പിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ട്രയാങ്കിൾ ഒ എ പി ആൻഡ് ട്രയാങ്കിൾ ഒ ബി പി ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ത്രികോണം ഒ എ പിയും ത്രികോണം ഒ ബി പിയും തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ അതിൻ്റെ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ ഇത് ഈ വശത്തിന് പി എന്ന് പറയുന്ന വശവും ഈ വശവും തുല്യമാണെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ, അപ്പോൾ പി ഐക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്, പി ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്. ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, therefore angle opposite to equal sides are equal. അപ്പോൾ therefore angle opposite to equal sides are equal. ഇതെഴുതുന്നത് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യം. therefore ഏതൊക്കെ കോണുകളാണ്? കോൺ എ ഒ പി, കോൺ എ ഒ പി ഈസ് ഈക്വൽ ടു കോൺ ബി ഒ പി, കോൺ ബി ഒ പി. അപ്പോൾ കോണുകൾ തുല്യമായതുകൊണ്ട് therefore വൃത്തകേന്ദ്രവും ഇതിന് ശേഷം എഴുതേണ്ട കാര്യമാണ്. therefore വൃത്തകേന്ദ്രവും തൊടുവരകൾ ചേരുന്ന ബിന്ദുവും യോജിപ്പിക്കുന്ന വര ആരങ്ങൾക്കിടയിലെ കോണിൻ്റെ സമഭാജിയാണ് എന്ന് ഇവിടെ എഴുതി വെക്കണം. ഓക്കെ, അത് തന്നെ ഇവിടെ എഴുതണം. therefore the line joining the center and the point where the tangents meet bisect the angle between the radii. ആ കോണുകൾ ഈക്വൽ ആണ് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. എന്താണ്? ദ പിക്ചർ ഷോസ് ദ ടാൻജൻസ് അറ്റ് 2 points ഓൺ എ സർക്കിൾ. നമ്മളിപ്പോൾ കണ്ട ഫിഗർ തന്നെയാണ്. ഇതിലെ ഒ എ റേഡിയസ് ആണ്, പി എക്സ്റ്റേണൽ പോയിന്റ് ആണ്, പി എയും പി ബിയും ടാൻജൻസ് ആണ്. ഇവിടെ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്താൽ രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ആ രണ്ട് ട്രയാങ്കിളിനും ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ കണ്ടു. എന്താണ്? പ്രൂവ് ദാറ്റ് ദിസ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു the bisector of the chord joining the points of contact. ഈ ലൈൻ എന്ന് പറയുന്നത് തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഞാണിന്റെ ലംബ സമഭാജിയാണ് ഈ വര എന്ന് തെളിയിക്കുക. അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഒ പി എന്ന് പറയുന്ന വര ഈ എയും ബിയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ, ഞാൻ യോജിപ്പിക്കുകയാണ്. അങ്ങനെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന വരയുടെ ലംബ സമഭാജിയാണ്. അതായത് ഈ പോയിന്റിനെ എം എന്ന് പേര് കൊടുത്താൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇവിടെ ലംബമാണ് എന്ന് തെളിയിക്കണം, എ എമ്മും ബി എമ്മും തുല്യമാണെന്ന് തെളിയിക്കണം. രണ്ട് കാര്യങ്ങളാണ്.
തെളിയിക്കേണ്ട കാര്യം ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതാം. ഒന്നാമത്തത് എ എമ്മും അതേപോലെ എം മുതൽ ബി വരെ, അപ്പോൾ ബി എമ്മും തുല്യമാണെന്ന് തെളിയിക്കണം. രണ്ടാമത് തെളിയിക്കേണ്ട കാര്യം ലംബമാണെന്ന് കിട്ടണം. അതായത് എമ്മിലുണ്ടാകുന്ന കോൺ ഒ എം എ, കോൺ ഒ എം എ എന്ന് പറഞ്ഞാലും ഒ എം ബി, കോൺ ഒ എം ബിയും 90 ഡിഗ്രി എന്ന് തെളിയിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ത്രികോണങ്ങൾ എടുത്ത് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് പറയും. ഏതൊക്കെ ത്രികോണങ്ങളാണ്? ഒ എം എ എടുക്കുവാണ്. കൺസിഡർ ട്രയാങ്കിൾ ഒ എം എ ആൻഡ് ട്രയാങ്കിൾ ഒ എം ബി. ഇതിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഒ എ എന്ന് പറയുന്ന നീളം ഒ ബിയുമായിട്ട് തുല്യമാണ്, അതിൻ്റെ റേഡിയസ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്തത് ഒ എം ഈസ് ദി കോമൺ സൈഡ് എന്നാണ്. ഒ എം ഈസ് ഈക്വൽ ടു ഒ എം, കോമൺ സൈഡ് രണ്ടിലും ഉണ്ട്, രണ്ട് സൈഡിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡാണ്. ഇനി നമ്മളിപ്പോൾ, അതായത് തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് ഈ കോണുകൾ തുല്യമാണെന്ന് നമ്മൾ കണ്ടു. ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് കണ്ടു. അപ്പോൾ അത് ഇവിടെ എഴുതി വെക്കാം. ഈ കോണുകൾ ഏതാണ്? എ ഒ എം, ആംഗിൾ എ ഒ എം ഈസ് ഈക്വൽ ടു, ഇവിടെ താഴത്തത് ആംഗിൾ ബി ഒ എം ആണ്. ആംഗിൾ ബി ഒ എം ഓൾറെഡി പ്രൂവ്ഡ്. ഏതാണ്? രണ്ടാമത്തേൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്താ, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡും അതിനിടയ്ക്കുള്ള ആംഗിളും, ഇതാണ് രണ്ട് സൈഡ്, ഇതാണ് ഒ എ. രണ്ട് സൈഡ് ഒ എയും ഒ ബിയുമാണ്. ഇവിടുത്തെ ഒ എയും മേളത്തെ ട്രയാങ്കിൾ ആണെങ്കിൽ ഒ എയും ഒ എമ്മും ആണ്, അതിനിടയ്ക്കുള്ള ആംഗിളുണ്ട്. താഴത്തെ ട്രയാങ്കിൾ ആണെങ്കിൽ ഒ ബിയും ഒ എമ്മും ആണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം therefore ട്രയാങ്കിൾ ഒ എം എ ആൻഡ് ട്രയാങ്കിൾ ഒ എം ബി ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ആയാൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടുന്ന് ഈ ഈക്വൽ ആംഗിൾ, നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് നോക്കിയാൽ ഈ ഒരു സൈഡ് ഇതാണ്. ഏതാണ്? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് എ എം ആണ്. therefore എ എം ഈസ് ഈക്വൽ ടു, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ബി എം ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തത് ഈ ഒ എ എന്ന് പറയുന്ന ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ പറയാൻ പോവാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈക്വൽ സൈഡ് നോക്കുക. ഒരെണ്ണം ഒ എ എന്ന് പറയുന്നത് ഒ ബിയുമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന, ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇതാണ്. ഏതാണ്? എ എം ഒ അല്ലെങ്കിൽ ഒ എം എ. ഓക്കെ, ഓൾസോ ഇതുപോലെ എന്ത് പറയാം, കോൺ ഒ എം എ, ഇവിടുത്തെ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇവിടുത്തെ ആംഗിളാണ്, ഒ എം ബി ആണ്. ഒ എം ഈക്വൽ ടു ആംഗിൾ ഒ എം ബി. ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഇതാണ് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. ഇവിടെയാണെങ്കിൽ ഇതെങ്ങനെ പറഞ്ഞിരുന്നത്? ഇത് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ എന്നാണ്. തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഓക്കെ,
അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇനി ഇത് രണ്ട് ആംഗിൾ ഒരു വരയിൽ ഉണ്ടാക്കുന്ന കോണുകളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ 180 കിട്ടുമെന്ന് നമുക്കറിയാം. ആംഗിൾ എന്നാൽ ആംഗിൾ ഒ എം എ പ്ലസ് ആംഗിൾ ഒ എം ബി കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ കൂട്ടിയാൽ 180 കിട്ടണം തുല്യവുമായിരിക്കും. ദെയർഫോർ ആംഗിൾ ഒ എം എ ഈക്വൽ ടു ആംഗിൾ ഒ എം ബി ഈക്വൽ ടു 90 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ. Prove that the quadrilateral with the sides as the tangents at the ends of a pair of perpendicular chords of a circle is cyclic. Okay. ഇതാണ് ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ ഞാണുകൾ. ഇവിടെ ഈ ചിത്രത്തിൽ പരസ്പരം ലംബമായ ഞാണുകൾ ഒരെണ്ണം എ ബി എന്ന് പറയുന്ന ഒരു ഞാൻ ഉണ്ട്, ലംബമായ ഞാൻ. അടുത്തത് സി ഡി എന്ന് പറയുന്ന, ഇതാണ് രണ്ട് ലംബമായ ഞാണുകൾ. ഈ ലംബമായ ഞാണുകളുടെ അറ്റങ്ങളിലൂടെയുള്ള തൊടുവരകൾ, ഇപ്പം ലംബമായ ഞാണുകളുടെ അറ്റങ്ങൾ എ ബി എന്ന് പറയുന്നതിൻ്റെ അറ്റങ്ങൾ എ ആണ്, എൻഡ് പോയിന്റ്സ് എയും ബിയും ആണ്. അപ്പോൾ എയിൽ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ആ ടാൻജന്റ് നമുക്ക് പുറത്തുള്ളതിന് പി ക്യു ആർ എസ് എന്ന് പേര് കൊടുക്കാം. പി ക്യു, ഇത് ആർ, ഇത് എസ് ആണ്. അപ്പോൾ എയിലൂടെയുള്ള ടാൻജന്റ് പി എസ് ആണ്. സിയിലൂടെ എയുടെ അടുത്ത എൻഡ് പോയിന്റ്, ഈ എ ബിയുടെ അടുത്ത എൻഡ് പോയിന്റ് ബിയിലാണ്. ബിയിലൂടെയുള്ള ടാൻജന്റ് ക്യു ആർ ആണ്. അടുത്തത് സി ഡിയുടെ എൻഡ് പോയിന്റ്സ് സിയും ഡിയും ആണ്. സിയിലൂടെയുള്ള തൊടുവര സി പി ക്യൂവും, അതുപോലെ ഡിയിലൂടെയുള്ള തൊടുവര എസ് ആറും ആണ്, അല്ലെങ്കിൽ ആർ എസും ആണ്. നമുക്ക് വേണ്ടത് പി ക്യു ആർ എസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് തെളിയിക്കേണ്ടത്. ചക്രീയമാണെന്ന് തെളിയിക്കണം. പി ക്യു ആർ എസ്, വി ഹാവ് ടു ഷോ ദാറ്റ് PQRS is cyclic. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതി വെക്കാം നമുക്ക്. ഇത് തെളിയിക്കേണ്ടത് PQRS സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ഓക്കെ, ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ്. ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കണം. അപ്പോൾ തെളിയിക്കേണ്ടതിനെ കുറിച്ച് ഒരു ധാരണ വേണം, തന്നിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ വേണം. ഇവിടെ ലംബമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഈ വൃത്തത്തിന് എന്തായാലും ഒരു കേന്ദ്രം ഉണ്ടാവും. ഞാൻ ആ കേന്ദ്രത്തിനെ O എന്ന് സൂചിപ്പിക്കുകയാണ്. കേന്ദ്രം ഏകദേശം ഇതാ ഇവിടെ ആയിട്ട്. O ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഓക്കെ, വൃത്തത്തിന്റെ കേന്ദ്രം O ആണ്. ഇനി ഇവിടെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ ടാൻജന്റിലേക്ക് വരയ്ക്കുന്ന വര ലംബമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് ടാൻജന്റിന്റെ അതായത് തൊടുവര വന്ന് ചേരുന്ന, വൃത്തത്തിൽ വന്ന് ചേരുന്നതിലേക്ക് ഒരു വര വരയ്ക്കുന്നു. അപ്പോൾ ഈ വരയുടെ പ്രത്യേകത അറിയാം. ഇവിടെ ഉണ്ടാകുന്ന എയിൽ ഉണ്ടാകുന്ന ഈ കോൺ എന്ന് പറയുന്നത് 90 ആണെന്ന് നമുക്കറിയാം. ഇതേപോലെ ഒയിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലേക്കും നമ്മൾ OC എന്ന് പറയുന്ന ഈ സ്ട്രൈറ്റ് ലൈൻ സിയിലേക്ക് ജോയിൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഈ സിയിൽ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെയും 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ പ്രത്യേകത, ഈ രണ്ട് കോണുകൾ ചേർത്താൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്യാം. എ ബി ആൻഡ് സി ഡി ആർ ദി പെർപെൻഡിക്കുലർ കോഡ്സ്. എ ബി സി ഡി ആർ ദി പെർപെൻഡിക്കുലർ കോഡ്സ്. എ ബി സി ഡി പെർപെൻഡിക്കുലർ കോഡ്സ്. എ ബി സി ഡി ലംബ ഞാണുകൾ ആണ്. എ ബി സി ഡി ലംബ ഞാണുകളാണ്. ഓക്കെ, ഒ എ ഒ സി ഇവ യോജിപ്പിക്കുക. ഒ എ ഒ സി ഇവ യോജിപ്പിക്കുക. ജോയിൻ, ഇതാണ് ജോയിൻ ഒ എ ഒ സി. യോജിപ്പിച്ചാൽ
let angle AOC equal to x ഡിഗ്രി. ഇത് x ആണെന്ന് എടുത്താൽ ആംഗിൾ P എന്ന് പറയുന്നത് then ആംഗിൾ P എന്ന് പറയുന്നത് 180 മൈനസ് x ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നേരെ എതിർവശത്ത് ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യാം? ODയും OBയും യോജിപ്പിക്കുകയാണ്. ഒയിൽ നിന്ന് ഡിയിലേക്ക്, ഒയിൽ നിന്ന് ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അതേപോലെ ഒയിൽ നിന്ന് ബിയിലേക്കും ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. OB. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കോണുകൾ പറയാം. എന്താണ് കോൺ? ഈ ആംഗിൾ y ആയിട്ടെടുത്താൽ ഇവിടെ ഉണ്ടാകുന്നത് 180, ഇവിടെ 180 മൈനസ് x, ഇത് 180 മൈനസ് y ആണെന്ന്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇവിടെ എഴുതുക. എന്താണ്? OD, OB ഇവ യോജിപ്പിക്കുക. ജോയിൻ OD ആൻഡ് OB. ഓക്കെ, ആംഗിൾ BOD is equal to y. Then ആംഗിൾ R is equal to 180 minus y. ഓക്കെ, ഇനി നമുക്കിത് പിയും ആറും ഓപ്പോസിറ്റ് ആംഗിളാണ്. PQRS ചക്രീയമാണെന്ന് തെളിയിക്കുന്നതിന് ആംഗിൾ P പ്ലസ് ആംഗിൾ R 180 കിട്ടുമെന്ന് നോക്കാം. ആംഗിൾ P പ്ലസ് ആംഗിൾ R ഈസ് ഈക്വൽ ടു ആദ്യത്തത് 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ. ദാറ്റ്സ് ഈക്വൽ ടു 180 മൈനസ് എക്സ് മൈനസ് വൈ, സോറി 360. 180 പ്ലസ് 180 360 ആവും. ദാറ്റ്സ് ഈക്വൽ ടു 360 മൈനസ് എക്സ് മൈനസ് വൈ. ദാറ്റ്സ് ഈക്വൽ ടു 360 മൈനസ് പുറത്തേക്ക് എടുത്താൽ എക്സ് പ്ലസ് വൈ ആവും. വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? 360 മൈനസ് ദിസ് എക്സ് പ്ലസ് വൈ. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം, അതായത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, വൃത്തങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇതേപോലെ ലംബ ഞാണുകൾ വന്നു കഴിഞ്ഞാൽ ഈ കോണുകൾ തമ്മിൽ കൂട്ടിയാൽ, ഓക്കെ, അതായത് ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 90 ഡിഗ്രി ഈ കേന്ദ്രത്തിൽ, ഇവിടെ ലംബഞാണുകളാണെങ്കിൽ ലംബഞാണുകൾക്ക് ഇടയ്ക്കുള്ള കോണുകൾ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ആ തെളിയിച്ച ഭാഗം ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ചോദ്യം നോക്കാം. ഇൻ ദ പിക്ചർ AB and CD are mutually perpendicular chords. ഓക്കെ, AB and CD are mutually perpendicular chords. AB എന്ന് പറയുന്നത് ഒരു കോഡാണ്. AB CD മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്. പ്രൂവ് ദാറ്റ് ദ ആർക്ക് APC എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. APC എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ആർക്ക് APC. അതേപോലെ ആർക്ക് BQD എന്ന് പറയുന്നത് ഈ ആർക്കാണ്. ഓക്കെ, BQD എന്ന് പറയുന്ന ആർക്ക്. ഇത് ജോയിൻ ടുഗദർ, ഇത് പരസ്പരം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ജോയിൻ ചെയ്താൽ ഒരു സെമി സർക്കിൾ കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, എന്തായാലും ഇത് കട്ട് ചെയ്തെടുത്ത് ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക്, ഇതിൻ്റെ കേന്ദ്രം ഞാനിവിടെ സെൻറ്റർ ഞാനിവിടെ O എന്ന് മാർക്ക് ചെയ്യുവാണ്. O എന്ന് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. O is the center of the circle. എന്നിട്ട് ഈ APC എന്ന് പറയുന്ന ഇതിൻ്റെ എൻഡ് പോയിന്റ് എയും സിയും ആണല്ലോ. ആ എയിനെയും സിനെയും സെൻട്രൽ ആംഗിൾ കിട്ടാൻ ഓയിലേക്ക് ജോയിൻ ചെയ്യുന്നു.
ഇവിടെ ഇതിനെ എയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു, അതേപോലെ സിയിൽ നിന്നും ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. നമുക്ക് കളറൊന്ന് മാറ്റാം. എയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു, സിയിൽ നിന്നും ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ, ചാപം എ പി സിയുടെ കേന്ദ്രകോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ. ഇതേപോലെ ബി ക്യു ഡി എന്ന് പറയുന്നതിൻ്റെ, ബി ക്യു ഡിയുടെ എൻഡ് പോയിന്റ് ബിയും ഡിയും ആണല്ലോ. ആ ഡിയിൽ നിന്ന് സെൻട്രൽ ആംഗിൾ കിട്ടാൻ ഡിയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇതിൻ്റെ കേന്ദ്രകോൺ കിട്ടാൻ ഡിയിൽ നിന്ന് ഒയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഒയിൽ നിന്ന് ബിയിലേക്കും ജോയിൻ ചെയ്യുന്നു. ഒയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കേന്ദ്രകോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ആംഗിൾ തമ്മിൽ സം ചെയ്താൽ നമുക്ക് 180 കിട്ടണം എന്ന് ആണ് ഇവിടുത്തെ റിസൾട്ട്. ഇതാണ് നമുക്ക് വി ഹാവ് ടു പ്രൂവ്, തെളിയിക്കണം. വൃത്തത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആംഗിൾ, സെൻട്രൽ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ആണെന്നാണ്. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ്. ഇതാണ് തെളിയിക്കേണ്ടത്. തെളിയിക്കേണ്ട കാര്യം ഞാനിവിടെ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതുവാണ്. ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് തെളിയിക്കണം. വൃത്തത്തിൻ്റെ പകുതിയാണെന്നാണ്. ഓക്കെ. അതിന് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഈ എ പി സിക്ക് തുല്യമായിട്ട്, ഇപ്പോൾ എ പി സി എന്ന് പറയുന്ന ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്. എ പി സി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ഇത് എൻ്റെ എൻഡ് പോയിന്റ് എയും സിയും ആണ്. ഇതിന് ഒരു മറുചാപമുണ്ട്, ഒരു ഓൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാവും. എ പി സിയുടെ ഒരു മറുചാപം, എ പി സി ഒഴികെയുള്ള മറ്റൊരു ദീർഘചാപം ഉണ്ടാവും. ഇത് ഇവിടെ ഒരു പോയിന്റാണ്, അവിടുത്തെ ഒരു പോയിന്റാണ് ഡി എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പോൾ എയിൽ നിന്ന് ഈ ഡിയിലേക്ക് ജോയിൻ ചെയ്താൽ, എയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്യുവാണ്. ഓക്കെ. എയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്യുന്നു, എ ഡി. ഇവിടെ വരച്ചാൽ ഇവിടെ ഈ കേന്ദ്രകോൺ എത്രയാണോ, ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്. ഏതാണ്? ആർക്ക് എ പി സിയുടെ എൻഡ് പോയിന്റ് എയും സിയും ആണ്. ആ എയിൽ നിന്ന് കേന്ദ്രത്തിലേക്കും സിയിൽ നിന്ന് സെൻറ്ററിലേക്കും ജോയിൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആംഗിളാണ് ഇത്. ഇനി അത് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ്. എയിൽ നിന്നും സിയിൽ നിന്നും അതേ രണ്ട് എൻഡ് പോയിന്റിൽ നിന്നും ഡിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണാണ് ഇവിടെ എ ഡി സി എന്ന് പറയുന്ന കോൺ എന്ന് പറയുന്നത്. ഇവ തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ്, ഇവിടെ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത്, ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിളായിട്ട് നമുക്ക് പറയാം. ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ്? ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബി ക്യു ഡി എന്ന് പറയുന്ന ഒരു ചാപമുണ്ടല്ലോ. ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്ക് ഇതാണ്. ആ ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കിൻ്റെ എൻഡ് പോയിന്റുകൾ ബിയും ഡിയും ആണല്ലോ. അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണാണല്ലോ, കോൺ ബി ഒ ഡി എന്ന് പറയുന്നത്. ഇതേ എൻഡ് പോയിന്റുകൾ അതിൻ്റെ ഈ ചാപത്തിൻ്റെ, ഇപ്പം ഞാൻ ഈ യെല്ലോ ഷെയ്ഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ചാപത്തിൻ്റെ മറുചാപമാണ് അതിൻ്റെ നേരെ പുറകിലുള്ളത്. അവിടെ ഉണ്ടാക്കുന്ന കോൺ ഏതാണ്? ഡിയിൽ നിന്നും ബിയിൽ നിന്നും അവിടെ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ഈ കോണാണ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ? ആംഗിൾ ബി ഒ ഡി ഇസ് ഈക്വൽ ടു, ആംഗിൾ ബി
ഒ ഡി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ ഡി എ ബി ആണ് അല്ലേ? ആംഗിൾ ഡി എ ബി ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവ തമ്മിൽ കൂട്ടുക എന്നുള്ളത്, ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി, ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി പ്ലസ് 2 ഇൻറ്റു ആംഗിൾ ഡി എ ബി. ഓക്കെ, ഇതിൽ 2 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ഡി എ ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ തുകയാണ് നമുക്ക് അറിയേണ്ടത്. ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി ഏതാണ്? ഇതാണ് ആംഗിൾ എ ഡി സി. ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് ഇതാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? കാണിച്ചു തരാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതാണ്. ഇത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടോ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. കാരണം ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മഞ്ഞ, ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 ആംഗിൾ ചേർത്ത്, ഇതിന് ഓൾറെഡി 90 ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ബാക്കി 2 ചേർത്താൽ എന്താ കിട്ടണം? 90 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ 2 ആംഗിൾ തമ്മിൽ ചേർത്താൽ, ദാറ്റ് ഈസ് ആംഗിൾ എ ഡി സിയും ആംഗിൾ ഡി എ ബിയും ചേർത്താൽ തീർച്ചയായിട്ടും 90 കിട്ടണം. സോ ഇത് 2 ഇൻറ്റു 90 ഡിഗ്രി എന്നാവും. ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആംഗിൾ എ ഡി സി, ആംഗിൾ ഡി എ ബി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 2 ആംഗിൾ, 90 ഡിഗ്രി ഒഴികെയുള്ള 2 ആംഗിളാണ്. തീർച്ചയായിട്ടും അവ തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. കേന്ദ്ര കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ ഉടനെ എന്ത് പറയാം? ദെർഫോർ എ പി സി, ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ പകുതിയാകും എന്ന് നമുക്ക് പറയാം. ദെർഫോർ ദി ആർക്ക് ഏതൊക്കെയാ? എ പി സി and BQD joined together make half a circle. Okay, 360 minus 180, അപ്പോൾ ഇത് 180 ഡിഗ്രി എന്ന് കിട്ടും. Therefore P plus R 180 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ Q പ്ലസ്, therefore ആംഗിൾ Q പ്ലസ് ആംഗിൾ S എന്ന് പറയുന്നതും 180 ഡിഗ്രി എന്ന് കിട്ടും. therefore PQRS is cyclic. PQRS ചക്രീയമാണ് എന്ന് തെളിയിക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. ഇതിലെ ഒരു ഞാൺ വ്യാസമായാൽ ഏത് തരം ചതുർഭുജമാണ് കിട്ടുന്നത് എന്നാണ് രണ്ടാമത്തെ പാർട്ട്. ഇതിൽ രണ്ടാമത്തെ പാർട്ട്, what sort of quadrilateral do we get if one chord is a diameter? ഇപ്പോൾ ഇത് എ ബി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ പോയാൽ എന്താ? എ ബി എന്ന് പറയുന്നത് ഞാൻ ആ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുവാണ്. ഒരു ഞാണ്, ഇപ്പോൾ വരച്ചിരിക്കുന്ന ഒരു ഞാണ് വ്യാസമായാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ, ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മുടെ ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് എയിലും, ഇപ്പോൾ എ എന്നും ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇവിടെയാണ് എ, ഇവിടെയാണ് ബി വരുന്നത്. അപ്പോൾ ഇവിടെ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ ടാൻജൻറ്റ് എന്താവും? ഇതാ ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും ടാൻജൻറ്റ്. ദാറ്റ് ഈസ് ദീസ് ടാൻജൻറ്റ്സ് ആർ പാരലൽ. ബിയിലൂടെ വരയ്ക്കുമ്പോൾ ടാൻജൻറ്റ് ഇതാ ഇങ്ങനെയാവും. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ 2 സൈഡ് പാരലൽ ആവും. 2 സൈഡ് പാരലൽ ആയാൽ എന്ത് വിളിക്കാം? അതിനെ ട്രപ്പിസിയം എന്ന് വിളിക്കാം. സോ ഇതിലെ ഒരു ഞാൻ വ്യാസമായാൽ, ഇഫ് വൺ കോഡ് ഈസ് എ ഡയമീറ്റർ, ഇഫ്
one chord is a diameter of the circle the quadrilateral become a trapezium. ഓക്കെ, ഒരു ലംബകമായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ഇപ്പോൾ ഒരു ഞാൺ വ്യാസമായാൽ എന്താ കിട്ടുക? ഒരു ലംബകം കിട്ടും. ഓക്കെ, ഇനി രണ്ട് ഞാണും വ്യാസമായാലോ? ഈ രണ്ട് ഞാണും വ്യാസമായാൽ എതിർവശങ്ങൾ പാരലൽ ആയിരിക്കും. രണ്ട് ഞാണുകളും വ്യാസമായാൽ, അടുത്തത് രണ്ട് ഞാണുകളും വ്യാസമായാൽ എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തെ ഞാൺ, അതായത് സി ഡി എന്ന് പറയുന്ന ഞാൺ ദാ ഇങ്ങനെ വരുന്നു. സി ഡി എന്ന് പറയുന്ന ഞാണ് വ്യാസമായിട്ട് വന്നാൽ നമുക്ക് ഈ ഡിയിൽ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാവും. അതുപോലെ സിയിൽ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അതും പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ ഇങ്ങനെ കിട്ടും. എന്താണിത്? ഒരു സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, if two chords are the diameters, if both chords are diameters, then the quadrilateral become എന്തായിട്ട് മാറും? സ്ക്വയർ ആയിട്ട് മാറും, സമചതുരമായിട്ട് മാറും. അപ്പൊ രണ്ട് ഞാണും വ്യാസമായാൽ സമചതുരമാവും. ഓക്കെ, രണ്ട് ഞാണും വ്യാസമായാൽ സമചതുരം കിട്ടും. ഓക്കെ.